ISL വിന്നർ ആയിട്ടുള്ള ഒരു കോച്ച് കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ISLലേക്കല്ല. ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ആഗ്രഹിച്ച പോലെ ഒരു കോച്ചിനെ ഫൈനലി നമ്മുടെ നാഷണൽ ടീമിന് കിട്ടിയിരിക്കുകയാണ്. ബട്ട് അവിടെയും ചില ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വർക്ക് ആവോ എന്ന്. അതുപോലെ അൽ നാസർ CR7 ഫൈനൽ ഹോപ്പായിട്ടുള്ള അൽ നാസർ കുറച്ചധികം പ്രശ്നങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മലപ്പുറം FC. കേരളത്തിന്റെ സ്വന്തം ലീഗായിട്ട് പുതുതായിട്ട് ആരംഭിച്ച സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് മലപ്പുറം FC. ആൻഡ് അവരാണ് ആ ഒരു ISL വിന്നിംഗ് കോച്ചിനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ചെന്നൈയിൻ FCയോടൊപ്പം 2017-18 സീസണിൽ ISL അടിച്ചിട്ടുള്ള ജോൺ ഗ്രിഗറി. ഞാൻ വെറുതെ കുറെ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ലീഗാണ് ഇങ്ങനെയുള്ള കോച്ചസിനെയൊക്കെ അവർ കൊണ്ടുവരുന്നത്. മേ ബി സൂപ്പർ ലീഗിന്റെ കാര്യത്തിലും നമ്മളൊക്കെ ചെറുതായിട്ടൊരു താല്പര്യം കാണിക്കേണ്ട ടൈം ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഞാൻ എപ്പോഴൊന്നും ചോദിക്കലില്ല, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, കുറെ കാലമായി ചോദിച്ചിട്ട് ചെയ്യാത്തവരൊക്കെ ചെയ്യാം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ചായിട്ട് ISLിൽ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് മാനേജർ ആയിട്ടുള്ള, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാനേജർ ആയിട്ടുള്ള മനോലോ മാർക്കസ് വരുന്നു. ആൾ FC ഗോവയുടെയും നാഷണൽ ടീമിന്റെയും കോച്ചിങ് പൊസിഷൻ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ആ ഒരു കാര്യത്തിലാണ് ഫാൻസ് ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത്. ബട്ട് പേഴ്സണലി ഞാൻ ആകെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കാരണം മനോലയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ തന്നെ ഉണ്ട്. എക്സ്പെഷ്യലി ആൾ ഇന്ത്യൻ പ്ലേയേഴ്സിൽ കൊടുക്കുന്ന ഫോക്കസ്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ആൾ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ള ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് ടൈം കൊടുക്കുക. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ മാൻ. എന്തായാലും ആൾ ഫുൾ ടൈം ഇനി ഇന്ത്യയിൽ തന്നെ ഉണ്ടായിക്കോളും, വേറെ എവിടേക്കും പോവാനില്ലല്ലോ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബിഗ് ബോയ്സ്. സൗദി പ്രോ ലീഗ് അണ്ണന്റെ നമ്മുടെ അൽ നാസറിനെ പറ്റിയിട്ട് വലിയ പ്രതീക്ഷകളൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കാരണം മുന്നേയുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൽ നാസർ അവരുടെ ഫോറിൻ ഗോൾ കീപ്പറായിട്ട് അവരുടെ ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു എൻഡ് കുറിക്കാൻ വേണ്ടിയിട്ട് മാൻ സിറ്റിയിൽ നിന്ന് എഡേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡീൽ ഏകദേശം നടക്കാൻ പോവാണ്. ആൾ സൗദിയിലെത്തുന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബ്ലാ ബ്ലാ ബ്ലാ. ആൾ സൗദിക്ക് വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അൽ നാസർക്കല്ല, മേ ബി അൽ ഇത്തിഹാദിലേക്ക്, ബെൻസിമയുടെ അടുത്തേക്കാണ് ആൾ പോവാൻ പോകുന്നത്. അതിന്റെ മെയിൻ റീസൺ, മാൻ സിറ്റി ആവശ്യപ്പെടുന്ന 50 മില്യൺ ഒന്നും ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അൽ നാസറിന്റെ കയ്യിലില്ല. ബേസിക്കലി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അൽ നാസറിന്റെ കാര്യത്തിൽ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ they are effed. കഴിഞ്ഞ സീസണിൽ PIF അൽ ഹിലാലിനെ അകമഴിഞ്ഞ് സഹായിച്ചപ്പോൾ അൽ നാസറിന് അവർ സൈഡിക്കാക്കി. അൽ നാസറിന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടി, പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു സീസണിൽ അൽ നാസറിനാവും കൂടുതൽ ഫണ്ട് കിട്ടുക. ബട്ട് നോ, അൽ നാസറിനും അൽ ഹിലാലിനും PIFന്റെ വക ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഹെൽപ്പൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവരുടെ മാക്സിമം ഫണ്ട്സ് ഉപയോഗിച്ചത്രേ. എക്സ്പെഷ്യലി അവരുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ ഈ സീസണിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ 5 പൈസ അല്ല. നമ്മൾ വിചാരിച്ച പോലെ അവിടെ അൺലിമിറ്റഡ് മണിയൊന്നുമില്ല. എഡേഴ്സനെ കിട്ടിയില്ലെങ്കിൽ എന്താ, അവര് ബെൻഡോ എന്നുള്ള ഒരു ബ്രസീലിയൻ ഗോൾ കീപ്പറെ തൽക്കാലത്തിന് സൈൻ ചെയ്തിട്ടുണ്ട്. 25 വയസ്സുള്ള ഒരു യങ് ഗോൾ കീപ്പർ, നോട്ട് ബാഡ്. ഇവിടെയുള്ള ഒരു ഇഷ്യൂ എന്നുള്ളത് അൽ ഹിലാലിനെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ അൽ നാസറിന് ഈ സീസണിലും സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ സീസണിലെ പോലെ സൗദിയിലേക്ക് ബിഗ് നെയിംസ് ഒന്നും ഇതുവരെ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോയിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്നലെ കുറേ അധികം റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, KDB ടു അൽ ഇത്തിഹാദ്. ബെൻസിമ KDB കാൻഡ് ഓൺ ദ സെയിം ടീം. ബട്ട് ഓൾറെഡി ആ ഒരു ന്യൂസ് ഫേക്ക് ആണ്, അല്ലെങ്കിൽ നടക്കാൻ പോണില്ല എന്നുള്ള രീതിയിലാണ് ഫബ്രീസോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അൽ ഇത്തിഹാദ് അവിടെ ഒന്നും നിർത്തുന്നില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എഡേഴ്സൺ മിക്കവാറും അൽ ഇത്തിഹാദിലെത്തും. അതിനൊക്കെ പുറമെ 60 മില്യൺ ആസ്റ്റൺ വില്ലക്ക് കൊടുത്ത് മൂസ ജിയാബിയെ കൂടെ അവർ സൈൻ ചെയ്യാൻ പോവാണ്. അവർ ഓൾറെഡി ഹുസൈൻ മവാറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി കഴിഞ്ഞ സീസണിലെ അൽ ഹിലാലാണ് ഈ സീസണിലെ അൽ ഇത്തിഹാദ്. 2 ഹറാം ക്ലബ്സിനെതിരെ വേണം അൽ നാസർ ഫൈറ്റ് ചെയ്യാൻ. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബ്രവ്. നിങ്ങൾ ആലോചിക്കണം, സൗദി പ്രോ ലീഗിലേക്ക് ഈ ഒരു സീസണിൽ പ്രൊമോട്ട് ചെയ്തു വന്ന അൽ ഖദീസിയ വരെ കിഡ്ലൻ സൈനിങ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒബമയാങ്, നാൻഡസ്, ബെൽജിയൻ ഗോൾ കീപ്പർ കസ്റ്റീൽസ്, നാച്ചോ, ഇനി മെയ്ബി മൊറാട്ട, ഇങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് വന്നുകൊണ്ടിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ്, ആർ ദേ സ്റ്റിൽ stupid?
കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ന്യൂസ് വെച്ച് നോക്കുമ്പോൾ യെസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജീക്സൺ സിംഗിന് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്കാണ് ഈസ്റ്റ് ബംഗാളിന് കൊടുത്തിട്ടുള്ളത്. പേഴ്സണലി പൈസയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് അത്ര മോശം ഡീലൊന്നും അല്ല. ബട്ട് ആൾക്കൊരു റീപ്ലേസ്മെന്റിന് എവിടെ നിന്ന് കണ്ടുപിടിക്കും? ആ ഒരു കാര്യത്തിനുള്ള ആൻസർ സീസണിന്റെ തുടക്കത്തിൽ തന്നെ കോച്ച് ആൻഡ് മാനേജ്മെന്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. പ്ലേയേഴ്സ് പോവും വരും, അതൊക്കെ ഫുട്ബോളിന്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ മറ്റുള്ള ക്ലബ്സുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് സൈനിങ്സ് ആയാലും സ്റ്റേറ്റ്മെന്റ് നീക്കങ്ങളായിട്ടും ഇപ്പോഴും ഒന്നും ചെയ്തില്ല. കുറച്ച് നല്ല റൂമേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഒഫീഷ്യൽ ആവാതെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണില്ല. നമ്മൾ കേൾക്കുന്ന മറ്റൊരു റൂമർ, ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ ഹാർട്ട് ഇങ്ങനെ കുറച്ച് കഷ്ണമായി. ഓക്കെ, പീസായി. എൻ്റെ ക്രഷ് റിജക്ട് ചെയ്തപ്പോൾ പോലും ഞാൻ ഇത്രയ്ക്ക് വിഷമിച്ചിട്ടില്ല. ഐഷോ രാഹുൽ ഈസ് ലീവിങ് KBFC മാൻ. ആള് KBFC കൊടുത്ത കോൺട്രാക്ട് എക്സ്റ്റൻഷനോട് താല്പര്യം കാണിച്ചില്ലാന്നോ, കോച്ചിൻ്റെ പ്ലാനിലില്ലാന്നോ, അങ്ങനെ എന്തൊക്കെയോ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ആള് മിക്കവാറും ഏതെങ്കിലും ക്ലബ്ബ് പോവും. ഗൈസ്, ഡോണ്ട് ക്രൈ ബിക്കോസ് ഇറ്റ്സ് ഓവർ, ജസ്റ്റ് സ്മൈൽ ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ്. ലൈക്ക് കം ഓൺ. ആൾ ഇത്രയും കാലം സ്റ്റോറിയും പോസ്റ്റും മറ്റേ സംഭവങ്ങളൊക്കെ ഇട്ട് ഡയലോഗ് അടിച്ചത് പുതിയ ക്ലബ്ബിക്ക് പോവാനാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളെ മണ്ടക്കിൻ്റെയൊക്കെ കിട്ടും. പിന്നെ എന്ത് മാങ്ങക്ക ഡയലോഗ് അടിച്ചത്? വൺ മോർ സീസൺ പുതിയ കോച്ചിനോടൊപ്പം മേ ബി ദർ ഇസ് എ ചാൻസ് നമ്മൾ കണ്ട ആ ഒരു രാഹുൽ KP ഒരിക്കൽ കൂടെ കാണാൻ വേണ്ടിയിട്ട്. മറ്റൊരു അപ്ഡേറ്റിൽ പറയുന്നത് KBFCയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മറ്റൊരു പ്ലെയർ സ്വോപ്പ് ഡീൽ പോലെയുള്ള ഒരു സംഭവത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അത് കാലാവസ്ഥൻ്റെ പോലായി. പക്ഷേ മാർക്കസ് മഗുല്ലോ പറഞ്ഞതാണ്, ഇതിൻ്റെ കുഴപ്പമില്ല, ഒരു സ്വോപ്പ് ഡീലിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്താൽ നല്ലത്, അത്രേ പറയുന്നുള്ളൂ. ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിലും KBFC കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എക്സെപ്റ്റ് ഓഫ് കോഴ്സ് നോവ സദോയ്. നമുക്ക് മിഡ്ഫീൽഡിൽ അതുപോലെ സെൻട്രൽ ഡിഫൻഡർ ആയിട്ട് മേ ബി ഈവൻ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ടൊക്കെ ഫോറിൻ പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട്. സെൻട്രൽ ഡിഫൻഡറുടെ കാര്യത്തിൽ ഏകദേശം ഒരു കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കോയഫ് ആണ് ആ ഒരു പേരിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രാൻസിലെ സെക്കൻഡ് ഡിവിഷനിൽ 200-ലധികം മാച്ചസ് ഒക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. 32 വയസ്സുണ്ട്. വേറൊന്നും എനിക്കറിയില്ല. ഓക്കെ, നെവർ വാച്ച് ഹിം പ്ലേ. എന്തുകൊണ്ടാണെന്നറിയില്ല. ISL ട്രാൻസ്ഫേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഒരു മെനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല. എങ്കിൽ പോലും 1-2 ട്രാൻസ്ഫേഴ്സ് മെയ്ഡ് മീ ഹാപ്പി, മെയ്ഡ് മീ സ്മൈൽ. എക്സ്പെഷ്യലി ഗ്രെഗ് സ്റ്റുവാർട്ടിൻ്റെ ISL-ലേക്കുള്ള റിട്ടേൺ. And of course, Hugo Boumous to Odisha FC. Lobera and Boumous back together like the good old days. Enjoyed it. Just enjoy them, man. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.